എന്റെ അമ്മേ. ബസ്സുകാർക്ക് നിന്നപ്പോ താങ്കളെ കുറിച്ച് ഞാൻ എഴുതിയ വരികളാണ് കേട്ടോളൂ. വഴിവക്കിൽ കാരുണ്യത്തിന്റെ മണ്ടരികൾക്കായി കൈനീട്ടുന്ന മനുഷ്യ, കോടതികളിൽ അന്യരുടെ അന്യായങ്ങളിൽ ജീവിതം തേടുന്ന ഞാനോ നീയോ ഭാഗ്യവാൻ. ഒരു തുള്ളി കരുണയ്ക്കു വേണ്ടി നീ എന്നു നീ വഴിവക്കിൽ ഇങ്ങനെ കാത്തിരിക്കും. ഒരു തരി നീരയ്ക്കു വേണ്ടി ഞാൻ കോടതി മുറിയിൽ നിരന്തരം പോരടിക്കും. ഇവിടെ നീ ഇങ്ങനെ, അവിടെ ഞാൻ അങ്ങനെ, ഇരുവരും ഒരുപോലെ ഒരുപോലെ. കൊള്ളാം. കൊള്ളാം സാറേ, കൊള്ളാം. ഒരു കവിതയോ? വൈകുന്നേരം കാണണം, ഞാൻ കാത്തിരിക്കും. അച്ഛനാ എന്നെ റോങ് നമ്പർ. ഇത് നിങ്ങൾക്കായിരിക്കും. എനിക്കോ? ഇറ്റ് ഇസ് ഫോർ യു. പ്രേമം അല്ലേ? നടക്കട്ടെ. മിസ്റ്റർ, ഇവിടെ വരണം. അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ ബ്രദർ ഡോക്ടർ വിമൽകുമാർ. ഇതിന്റെയൊക്കെ അർത്ഥം? മോള് അമ്മണി ചേട്ടന്റെ മകളാ. അവളുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അച്ഛനെ വലിയ ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ കാണണമെന്ന് പറയും. ഇടയ്ക്കിടെ അർച്ചനയോടൊപ്പം കാണാറുണ്ട്. ഈ ബന്ധം എങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് അറിയേണ്ടത്. അർച്ചനയും അമ്മയുടെ അമ്മയും വലിയ കൂട്ടുകാരികളായിരുന്നു. ചേട്ടത്തിയമ്മ ജീവിച്ചിരിക്കുമ്പോ അർച്ചന സാധാരണ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ചോദ്യത്തിന് മറുപടി ഉണ്ട് അല്ലേ? അർച്ചനെ, അർച്ചനെ, അകത്തേക്ക് കയറിയിരിക്കാം. സാരമില്ല, അമ്മനെ സ്കൂളിൽ എത്തിക്കണം. അർച്ചനെ, എന്റെ മകളായിരിക്കാൻ നിനക്കൊരർഹതയുമില്ല. അമ്മണി കയറി വന്നപ്പോ കൂടെ ആരാണെന്ന് നീ അന്വേഷിച്ചോ? അത് പിന്നെ ചെറിയച്ഛനാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചിരുത്തിയില്ല? അമ്മണി പോവാം. യെസ് മോളെ, ബി ഫ്രാങ്ക് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. വിമൽ കുമാർ. എനിക്കിഷ്ടമായി. നമസ്കാരം. രാജേന്ദ്ര സാറിന് വേറെ കാര്യങ്ങൾ നിർത്തിക്കൂടെ? അതിന് മാത്രം വേഗം തിരിക്കുന്നു ഇവിടെ. പുതിയ കവിതയൊന്നല്ലേ? ഒരെണ്ണം ഇപ്പൊ തോന്നിയിട്ടുണ്ട്. കേൾക്കണോ? അച്ഛാ, അച്ഛൻ
അച്ഛനെ വിളി കേൾക്കട്ടെ. ചെല്ലട്ടെ. അലക്കിനും അഴുക്കിനും ഇടയിലല്ലോ അലക്കുകാരൻ ജീവിക്കുന്നു. ന്യായാന്യായങ്ങൾക്കിടയിലല്ലോ ഞാൻ എന്റെ നാവിട്ട് അലയ്ക്കുന്നു. ഇരുവരും നല്ലോരലക്കുകാർ, എങ്കിലും ഒരുപോലെ അല്ലല്ലോ വെളുക്കുന്നു. എങ്ങനെ കൊള്ളാം? നന്നായിരിക്കുന്നു സാർ. ആ കൊള്ളാം. താങ്ക് യു. രാജേന്ദ്രൻ എന്നും പ്രസിദ്ധീകരിക്കാറില്ലേ? അല്ല, പത്രമാസികളൊന്നും കാണാറില്ല. അതാണ് ഞാൻ എഴുതും, എനിക്ക് വേണ്ടി. എഴുതി കഴിയുമ്പോഴുള്ള സംതൃപ്തി, എനിക്കത് മതി. BA പാസാ. ആരാധന എന്ന പേര്. എല്ലാവരും രാധേ എന്ന് വിളിക്കും. കുട്ടി കാണാൻ തരക്കേടൊന്നുമില്ല. നീ തിരക്കേടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തിരക്കേടില്ല തന്നെ. മേലപ്പുറത്ത് തറവാട്ടുകാരാ. അച്ഛനും മകളും മാത്രമേ ഉള്ളൂ. അവകാശിയായിട്ട് ഈ കുട്ടി മാത്രവും. കുറിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ, അല്ലേ ശോഭനി? എനിക്കൊരു നിർബന്ധം കൂടിയുണ്ട്. ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് ഉടനെ നടത്തണം. അതെ അമ്മേ. അവനല്ലേ കഥാനായകൻ, എന്തെങ്കിലും പറയാൻ കാണും. എന്നാട്ടെ. എന്താ മോനെ? അമ്മേ, കുറച്ചു നാളായി അമ്മയോട് പറയണമെന്ന് വിചാരിക്കുന്നത്. എന്താ മോനെ? അഡ്വക്കേറ്റ് ഗോപിനാഥ മേനന്റെ മകൾ അർച്ചനയില്ലേ? കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ ഇത്രയല്ലേ ഉള്ളൂ. നിനക്ക് അവളെ മതിയെന്ന്. എനിക്കും അവളെ ഇഷ്ടമാണ്. ഈ അമ്മ അത് എന്നെ ആലോചിക്കാം. കുറുപ്പേ, ഇത് അന്വേഷിച്ച് അലഞ്ഞു നടക്കണ്ട. നേരെ ഗോപിനാഥ മേനോന്റെ വീട്ടിലേക്ക് കയറി ചെന്നോളൂ. ഉറപ്പിച്ചോളൂ. മോളെ, മോക്ക് ചെറിയമ്മയെ അർച്ചനയിൽ വരാൻ പോകുന്നു. സൗകര്യമായിട്ട് തോന്നോളൂ. സാർ, വാതിൽക്കൽ ശങ്കിച്ചു നിൽക്കേണ്ട. വന്നാട്ടെ വന്നാട്ടെ, വേണം വേണം. ഇരിക്കോ. എന്താണ് കാര്യം? വക്കീൽ സാറല്ലേ? അതെ, വേഷം അടിച്ചിട്ടേ ഉള്ളൂ. എന്റെ അനിയ റോഡിൽ വെച്ച് കുടിച്ചു വഴക്കുണ്ട്. അവനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുക. ഓ, അവനെ ഒന്ന് ജാമ്യത്തിൽ. അത്രേ ഉള്ളൂ. ഞാനത് അതെ, എന്റെ മാന്യ സുഹൃത്തുക്കൾ പോയിക്കോളൂ. അത് ഈ പേരെടുക്കാൻ പോയപോലെ ഇരട്ടവെട്ടെന്ന് പറഞ്ഞത് പോലെ ആവും. ഞാനും അകത്തായി പോവും. മനസ്സിലായോ? പോയിക്കോളൂ, പോയിക്കോളൂ. ഇയാൾ എന്തൊരു വക്കീല്. സാർ, എനിക്ക് അല്പം ധൃതിയുണ്ട് സാറേ. ധൃതിയോ? അതെല്ലാവർക്കും ഉള്ളതാ. എപ്പോഴും ആ ധൃതി പാടില്ല. ഞാൻ എന്റെ ചപ്പാത്തിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കിട്ട്. നമ്മുടെ കേസുണ്ടല്ലോ, പ്രതിഭാഗത്ത് അഡ്വക്കേറ്റ് രാമകൃഷ്ണനായതുകൊണ്ട് വളരെ എന്നെ പരിഹസിച്ചതാ. ആരായ എനിക്കെന്താ? സാറിനെ പറ്റി വലിയ അഭിപ്രായമാ എല്ലാവർക്കും. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. എന്താ മിസ് മല്ലിക, എന്താ സാരി സാരി കൊടുക്കൂ. മിസ് മല്ലിക, സാരി കൊടുക്കൂ. എന്നാ സാറിന്റെ ഇഷ്ടം പോലെ. നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? സാറ് ഫീസൊന്നും വാങ്ങിച്ചില്ല, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനെ. അയ്യോ, അങ്ങനെയല്ല മിസ് മല്ലിക, സാരി കൊടുത്തോ. എന്റെ ശ്വാസം കൊണ്ടുപോയി കേട്ടോ. അപ്പൊ സാർ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതെ, മിസ് മല്ലികയുടെ കേസും വിധിയും കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു കവിത ജനിച്ചു.
അതെഴുതി മല്ലികയെ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനാ ഞാൻ വരാൻ പറഞ്ഞത്. ഇരുന്നാണ്. ഇതാണ് കവിത. കവിത ഇഷ്ടമാണല്ലോ. അന്നന്ന് വിരിയുന്ന മൊട്ടുമായി എൻ മുന്നിൽ നിൽക്കും കറുത്ത പൂവേ, ഇരവില്ല പകലില്ല നിന്നെ തേടി കരിവണ്ടൻ കൂട്ടങ്ങൾ ഓടിയെത്തും, ഇടതടവില്ലാതെ ആർത്തി തീർക്കും, ഇതളിന്റെ കവിളിലും ചോര വാർക്കും. അരുടെന്ന് നീയൊന്ന് തേങ്ങിയാലോ അതിനും വലിയൊരു കുറ്റമില്ല, അരുടെന്ന് നീയൊന്ന് തേങ്ങിയാലോ അതിനും വലിയൊരു കുറ്റമില്ല. കൊള്ളാം. കൊണ്ടും സർ. എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഈശ്വര? ഇനി ഈ മുറിയിൽ ഇല്ലെന്നുണ്ടോ? അമ്മയെ കണ്ടോ? ഞാൻ കണ്ടില്ല. അമ്മണിക്ക് കൊടുക്കാൻ ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കഴിക്കാം അല്ലേ? ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, അതിനുള്ളിൽ വന്നാൽ നമുക്ക് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കഴിച്ചോളാം. മോക്ക് ആന്റിയോട് വിരോധമായിരുന്നല്ലോ, ഇപ്പൊ ഒക്കെ മാറിയോ? നല്ല ആന്റിയെ കൊച്ച, അവക്ക് കളിക്കാൻ പറ്റിയ ആന്റിയെ തന്നെ കിട്ടി. എടാ മോനെ, ഈ ആഴ്ച നീ വരുമ്പോ രാജയുടെ അച്ഛനെ പോയി കാണാന്ന് പറഞ്ഞിരുന്നില്ലേ? ദിവസങ്ങൾ കുറച്ചായല്ലോ, കാര്യങ്ങൾ എവിടെയൊക്കെ എത്തിയെന്നൊന്ന് അറിയാമല്ലോ. അമ്മയ്ക്ക് ഇനി അതിന്റെ ധൃതിയാ. ആഹാ, ധൃതി എനിക്കാണല്ലേ നിങ്ങളുടെ കാര്യമായി പറയുന്നത്. നിന്റെ ഈ ആഴ്ചയിൽ ഒരിക്കലുള്ള വരവൊന്ന് നിർത്തണം. ഞാൻ തീരെ ഇങ്ങോട്ട് വരേണ്ടെന്നായിരിക്കും. അങ്ങനെയല്ല മോനെ, നഴ്സിംഗ് ഹോം തുടങ്ങിക്കഴിഞ്ഞാ നിനക്ക് എന്നും പോകാതെ ഇവിടെ തന്നെ ഇരിക്കാമല്ലോ. നിങ്ങൾ ഇന്ന് തന്നെ പോകാമേ? അവക്ക് മനസ്സിലാവും കാര്യം പറഞ്ഞ. എന്റെ വയറ്റിനകത്തൊരു ഡിസ്ലൊക്കേഷൻ. വിമലിന്റെ നഴ്സിംഗ് ഹോം തുടങ്ങിയാൽ ആദ്യം നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുക. അതിനെനിക്ക് രോഗമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇരുന്നിരുന്ന് നിങ്ങൾ മന്ദനായിപ്പോയി. അത് ചികിത്സിച്ചാൽ മാറുന്നതാണോ? അതുമല്ല സോമനി, ആദ്യം അഡ്മിറ്റ് ചെയ്യുന്നത് കാശ് ഇങ്ങോട്ട് കിട്ടുന്ന പാർട്ടി ആയിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം.